ഒടുവിൽ ആ ദുർഗന്ധം വരുന്നത് ആ സൂട്ട് കേസിൽ നിന്നാണെന്ന് ഡ്രൈവർ രാജൻ മനസ്സിലാക്കി. ഗത്യന്തരമില്ലാതെ ആ സ്ത്രീയുടെ പക്കൽ ചോദിക്കുകയാണ് ഈ സൂട്ട് കേസിന്റെ അകത്ത് എന്താണ് എന്ന്. ഒടുവിൽ ആ സ്ത്രീ പറഞ്ഞു, വെട്ടി നുറുക്കിയ രീതിയിൽ ഒരു മനുഷ്യന്റെ ശവശരീരമാണ് ഈ സൂട്ട് കേസിന്റെ അകത്തുള്ളത് എന്ന്. തമിഴ്നാട് പോലീസും കേരള പോലീസും പിന്നീട് ഇന്റർപോൾ വരെ അന്വേഷിച്ചിട്ടും ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ നടുക്കിയിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഓമന നടത്തിയിട്ടുണ്ടായിരുന്ന സൂട്ട് കേസ് കൊലപാതകത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 1970 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കണ്ണൂർ സ്വദേശിനിയായ ഡോക്ടർ ഓമന ഏടനാടൻ പഠിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങുന്നത്. അതിനുശേഷം ഡോക്ടറായ ഒരു വ്യക്തിയെ തന്നെ ഓമന വിവാഹം കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഓമന ഐസ് ക്ലിനിക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്കും കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഒടുവിൽ പയ്യന്നൂരിലോട്ട് കൺസ്ട്രക്ഷൻ വർക്കറും കോൺട്രാക്റ്റുമായ മുരളീധരൻ പയ്യന്നൂരിലോട്ട് വരികയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ഒരു പരിചയത്തിലോട്ടാവുകയും ചെയ്തു. പിന്നീട് ഇത് രണ്ടും ഒരു വൈവിട്ട ബന്ധത്തിലോട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് നാട്ടുകാർക്കും ബന്ധുക്കൾക്ക് എല്ലാം തിരിയുകയും ചെയ്തു. ഒടുവിൽ തന്നെ ഓമനയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവരെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യുകയാണ്. ഒടുവിൽ നാണക്കേട് സഹിക്കാൻ കഴിയാതെ തന്നെ പിന്നീട് ഓമന മലേഷ്യയിലോട്ട് പറക്കുകയും ചെയ്തു. അവിടെ എത്തിയതിനു ശേഷം പിന്നീടാണെങ്കിൽ ഓമന ഒരു വ്യാജ പേരിൽ ആമിന ബിൻത്ത് അബ്ദുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറിന്റെ പണിയും കാര്യങ്ങളും അവിടെ ചെയ്തു വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ കൂടി ഈ മുരളീധരനുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഇവക്കുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും മൊബൈലിൽ കോണ്ടാക്റ്റും കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. ഒടുവിൽ ഓമന ഏടനാടൻ പറയുകയാണ് മുരളീധരന്റെ പക്കൽ നീ മലേഷ്യയിലോട്ട് വാ എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുരളീധരൻ ചെന്നൈയിലോട്ട് പോവുകയും ഒരു ഫേക്ക് പാസ്പോർട്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മലേഷ്യയിലോട്ട് പറക്കുകയും ചെയ്തു. ഒടുവിൽ ഇവർ രണ്ടുപേരും മലേഷ്യയിൽ ഭാര്യ ഭർത്താക്കളെ പോലെ തന്നെ ജീവിച്ചു വരികയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓമനയുടെ അടുത്തോട്ട് ഈ മുരളീധരൻ ധാരാളം സ്വർണവും പൈസയും ചോദിക്കാറുണ്ടായിരുന്നു. ഒടുവിൽ ഇതൊരിക്കൽ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും പിന്നീട് രണ്ടുപേരും അവിടുന്ന് ഒരു പ്രശ്നമാവുകയും ചെയ്തു. പിന്നീട് മുരളീധരൻ നാട്ടിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീടാണെങ്കിൽ ഓമനെ മുരളീധരൻ വിളിക്കുകയും ചെയ്തു. മുരളീധരൻ ഓമനെ വിളിച്ചതിന് ശേഷം പറയുകയാണ് നീ അവിടെ ഫേക്ക് പാസ്പോർട്ടിലാണ് ജീവിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തെ പോലീസുകാരെ വിളിച്ച് പറയുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓമനയുടെ പക്കൽ പറയുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ മുരളീധരൻ അവിടെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെ ആമിന ബിൻത്ത് അബ്ദുള്ള എന്ന് പറയുന്ന സ്ത്രീ വളരെയധികം മാനസിക രോഗിയാണ്, ഇവിടുന്ന് മാനസിക രോഗ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് കയറി വന്നതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്തു. ഓമനയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് തന്നെ തൻ്റെ പക്കൽ പോലീസുകാർ വരികയാണെങ്കിൽ ഫേക്ക് പാസ്പോർട്ടിലാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഓമനയാണെങ്കിൽ നാട്ടിലോട്ട് കടന്നു കളയുകയും ചെയ്തു. ഒടുവിൽ 1996 ജൂലൈ 16 തമിഴ്നാട് പോലീസ് ഡോക്ടർ ഓമനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സൂട്ട് കേസിനകത്ത് ഒരു മനുഷ്യന്റെ ശരീരം വെട്ടി നുറുക്കിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഓമന തന്നെയാണോ ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തമിഴ്നാട് പോലീസ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. നാട്ടിലെത്തിയ ഓമനക്കാണെങ്കിൽ തൻ്റെ നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളും കളഞ്ഞ മുരളീധരന്റെ മേൽ നല്ല രീതിയിലുള്ള ദേഷ്യത്തോടെയായിരുന്നു നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നേരെ തിരുവനന്തപുരത്തായിരുന്നു ഇവള് പോയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പിന്നീട് തൻ്റെ ബന്ധുവിന്റെ വീട്ടിലോട്ടായിരുന്നു ഓമന പോയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിൽ ഓമന തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലോട്ട് പോവുകയും അവിടെ സിറിഞ്ചും അതുപോലെ തന്നെ ഓമനക്ക് വേണ്ട കുറച്ച് മരുന്നുകളും ഗ്ലൗസും അതുപോലെ തന്നെ മനുഷ്യന്മാരെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള സർജിക്കൽ ബ്ലേഡ് കൂടി ഇവള് വാങ്ങിക്കുകയാണ്. അതിനുശേഷം പിന്നീടാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയും പിന്നീട് അവിടെ നിന്ന് കോയമ്പത്തൂരോട്ട് ഒരു ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. തന്നെ അന്വേഷിച്ച് വരുന്ന ആളുകളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓമന ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നേരെ ഓമനയാണെങ്കിൽ ഊട്ടിയിലോട്ടാണ് പോയത്. ഊട്ടിയിലെത്തിയതിന് ശേഷം പിന്നീട് ഓമനയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് വിശ്രമ കേന്ദ്രത്തിൻ്റെ അകത്ത് ഒരു മുറി എടുക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീടാണെങ്കിൽ ഓമന ഒരു ടാക്സി പിടിക്കുകയാണ്. ടാക്സി പിടിച്ചതിന് ശേഷം നേരെ 7 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു റിസോർട്ടിൻ്റെ അകത്താണെങ്കിൽ ഇവൾ റൂമും കാര്യങ്ങളും എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓമന 2-3 റൂമും കൂടി എടുക്കുകയും ചെയ്തു. തൻ്റെ ബന്ധുക്കളെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഓമന 2-3 റൂമും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഏമ ഫ്രം ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു ഫേക്ക് നെയിമിലായിരുന്നു ഈ റിസോർട്ട് പോയതിന് ശേഷം റൂമും കാര്യങ്ങളും ഇവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ടാക്സി പിടിക്കുകയും പിന്നീട് നേരെ കോഴിക്കോടോട്ട് പോവുകയുമാണ് ചെയ്തത്. അവിടെയുള്ള ഒരു STD ബൂത്തിൽ എത്തിയതിന് ശേഷം പിന്നീടാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള മുരളീധരനെ ഇവൾ വിളിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഓമന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ
തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടോട്ട് വന്നതിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും ഊട്ടിയിലോട്ട് വരികയും ചെയ്തു. ഊട്ടിയിലോട്ട് വന്നതിന് ശേഷം അന്നേ ദിവസം 1996 ജനുവരി 7 ഊട്ടിയിലെ റെയിൽവേയിലെ 4-ാം നമ്പർ മുറിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അന്നേ ദിവസം രാത്രിയാണെങ്കിൽ ഓമന തൻ്റെ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മരുന്ന് കുത്തി തന്നെ ഈ മുരളീധരനെ കൊലപാതകം ചെയ്യുകയാണ്. അതിനുശേഷം രക്തം കട്ട പിടിക്കാനുള്ള മരുന്നും കൂടി ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റുകയും ചെയ്തു. അതിനുശേഷമാണെങ്കിലോ ഇദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ മുഴുവനായി മുറിക്കുകയാണ്. പിന്നീട് ഇവൾ നേരെ പുറത്തു പോയതിനു ശേഷം മാർക്കറ്റിൽ നിന്ന് 2-3 സൂട്ട് കേസ് വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് ഈ സൂട്ട് കേസിൻ്റെ അകത്താണ് മുഴുവനായി ഈ ശരീരം നടക്കുകയാണ്. പിന്നീടുണ്ടായ ഇവിടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഇപ്രകാരമായിരുന്നു. അതായത് 7 കിലോമീറ്റർ അപ്പുറം നേമ ഫ്രം ന്യൂഡൽഹി എന്ന് പറയുന്ന ഫേക്ക് നെയിമിൻ്റെ അകത്താണ് ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ട് കൊണ്ടുപോയതിനു ശേഷം കത്തിക്കാമെന്നായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേ സ്ഥലത്തോട്ട് പോയ ഇവളാണെങ്കിലോ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഇവിടെ മനസ്സിലാക്കുകയും ചെയ്തു. ഒടുവിലാണെങ്കിൽ കൊടൈക്കനാലിലുള്ള ഒരു കൊക്കയിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ഇവിടെ തീരുമാനിക്കുകയും ചെയ്തു. മറിച്ച് ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് തന്നെ ടാക്സി പിടിച്ചതിന് ശേഷം ഇവിടെ മാറ്റുകയാണ്. പിന്നീട് കോയമ്പത്തൂരോട്ട് പോകാൻ വേണ്ടി ഇവിടെ തീരുമാനിക്കുകയും ചെയ്തു. കോയമ്പത്തൂർ എത്തിയതിനു ശേഷം ഒരു റിസോർട്ടിൻ്റെ അകത്ത് റൂം എടുത്തതിന് ശേഷം ഈ ശരീരഭാഗങ്ങൾ മുഴുവനായി കത്തിച്ച് കളയാമെന്നായിരുന്നു ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മറിച്ച് നേരെ കോയമ്പത്തൂർ എത്തി ഇവക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് കൊടൈക്കനാൽ പോയതിനു ശേഷം പിന്നീട് അവിടെയുള്ള സൂസൈഡ് പോയിന്റിൻ്റെ അകത്താണെങ്കിൽ ഈ ഡെഡ് ബോഡി നേരെ കൊണ്ടുപോയി ഡെബ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു ടാക്സി പിടിക്കുകയും പിന്നീട് ആ റിസോർട്ട് അവിടെ നിന്നും വെക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ടാക്സിയിൽ കയറി നേരെ കൊടൈക്കനാലോട്ട് പോവുകയും ചെയ്തു. കൊടൈക്കനാൽ എത്തിയതിനു ശേഷം അവിടെയുള്ള സൂസൈഡ് പോയിന്റിൽ നിന്ന് ഈ ഡെഡ് ബോഡി നേരെ താഴോട്ട് തള്ളിയിടാമെന്നായിരുന്നു ഓമന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മറിച്ച് നേരെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡി അവിടെ ഡെബ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇവിടെ മനസ്സിലാക്കുകയും ചെയ്തു. ദിവസങ്ങൾ പഴകുന്നോളം കൂടി തന്നെ ഈ ഡെഡ് ബോഡി ആണെങ്കിൽ ഡീകമ്പോസ്ഡ് ആവുകയും പിന്നീട് ധാരാളം സ്മെല്ല് പുറത്തോട്ട് വരുമെന്ന് ഓമന മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീടാണ് പെട്ടെന്ന് തന്നെ ഈ ഡെഡ് ബോഡി കന്യാകുമാരി കൊണ്ടുപോയി ഇത്തരത്തിൽ തന്നെ ഡെബും കാര്യങ്ങൾ ചെയ്യാമെന്ന് ഇവിടെ മനസ്സിലാക്കുകയും പിന്നീട് ഒരു ടാക്സി പിടിച്ച് പിന്നീട് യാത്ര തുടരുകയും ചെയ്തു. ഈ ടാക്സി കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം പിന്നീടാണ് ഈ ടാക്സി കേടാവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് രാജൻ എന്ന് പറയുന്ന ഒരാളുടെ ടാക്സി വന്നതിന് ശേഷം ഇതിൽ കൈ കാണിച്ചതിന് ശേഷം ഈ സൂട്ട് കേസ് എല്ലാം ഏറ്റുകൊണ്ട് തന്നെ ഇവൾ തന്നെ ആ വണ്ടിയിൽ വെക്കുകയാണ്. പിന്നീട് കന്യാകുമാരിയിലോട്ട് പോകാൻ വേണ്ടി ഇയാളോട് കൂട്ടത്തിൽ തന്നെ പിന്നീട് ഇവൾ പോവുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദൂരങ്ങളോളം എത്തുന്നതിനനുസരിച്ച് തന്നെ രാജനാണ് മനസ്സിലാക്കിയാണ് എന്താണ് വണ്ടീൻ്റെ അകത്തു നിന്നും വരുന്ന സ്മെല്ലും കാര്യങ്ങളും എന്ന്. ഇത് സൂട്ട് കേസിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയ രാജൻ പറയുകയാണ് ഈ സൂട്ട് കേസ് കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താണ് ഈ സൂട്ട് കേസിലുള്ളത്? ഒന്നെങ്കിൽ എൻ്റെ പക്കൽ തുറന്നു പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ സൂട്ട് കേസ് ഇവിടെ ഉപേക്ഷിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാജൻ ഈ ഡോക്ടർ ഓമനയുടെ പക്കൽ പറയുകയും ചെയ്തു. ഒടുവിൽ നിർബന്ധിതമായിട്ട് തന്നെ ഡോക്ടർ ഓമനക്ക് രാജൻ്റെ പക്കൽ ഉള്ള രീതിയിലുള്ള സത്യങ്ങൾ പറയേണ്ടി വരികയാണ്. ഒരു മനുഷ്യനെ വെട്ടി നുറുക്കിയിട്ടാണ് ഈ സൂട്ട് കേസിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ഡെഡ് ബോഡി എവിടെയെങ്കിലും ഡെബ് ചെയ്യാൻ നീ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലമായിട്ട് ലക്ഷങ്ങൾ നിനക്ക് തരാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കണ്ടീഷനെല്ലാം ഓമനയുമായിട്ട് രാജൻ അംഗീകരിക്കുകയും പിന്നീട് ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്താണെങ്കിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറുകയും ചെയ്തു. എണ്ണ അടിക്കാൻ കയറിയ ഡോക്ടർ ഓമനയാണെങ്കിൽ ഈ രാജനെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജനാണ് നേരെ പോയിട്ട് അവിടെ നിന്ന് പോലീസിനെ വിളിക്കുന്നതായിട്ട് ഇവൾ കാണുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ സൂട്ട് കേസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഡോക്ടർ ഓമന അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം അന്ന സ്ഥലത്ത് പോലീസുകാർ എത്തുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാരൊക്കെ ചേർന്നുകൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ ഊർജിതമാക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഡോക്ടർ ഓമനെ ആ ഡ്രൈവറിന്റെ സഹായത്തോടു കൂടി തന്നെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ നോക്കിയ സമയത്ത് പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി വെട്ടി നുറുക്കിയ രീതിയിലായിരുന്നു ആ സൂട്ട് കേസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് പിന്നീടാണെങ്കിൽ ഇത് ആരെയാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ മലേഷ്യയിലോട്ട് പോകാൻ വേണ്ടി ചെന്നൈയിലോട്ട് പോയതിനു ശേഷം ഫേക്ക് പാസ്പോർട്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയും പിന്നീട് മുരളീധരൻ്റെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയും പിന്നീട് മുരളീധരനെയാണ് ഇവൾ കൊലപാതകം ചെയ്തതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ 1998 കുറ്റപത്രം കോടതി കൊണ്ടുപോയി തമിഴ്നാട് പോലീസ് സബ്മിറ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുകയാണ്. അന്നേ സമയത്താണെങ്കിൽ ഡോക്ടർ ഓമന വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. തനിക്ക് ഇതിൻ്റെ പകർപ്പാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒടുവിൽ തന്നെ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും പിന്നീട് കേസ് കുറിച്ച് ഡിലേ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒടുവിൽ 2001 ജൂലൈ മാസം 1-ാം തീയതിയാണെങ്കിൽ ഇവക്കാണെങ്കിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ജാമ്യം ലഭിച്ചതിന് ശേഷം പിന്നീടാണ് ഡോക്ടർ ഓമന നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ദാന കേന്ദ്രത്തിലായിരുന്നു. പോലീസുകാർ മുഴുവനായിട്ട് ഇവിടെ മാച്ചും കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാരുടെ നിരീക്ഷണത്തിന് ആ മാസം 29-ാം തീയതി വരെ ആ ദാന കേന്ദ്രത്തിൻ്റെ അകത്ത് ഇവൾ നിൽക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ എവിഡൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർ മാച്ചും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ജൂലൈ 29-ന് ശേഷം പിന്നീട് ഡോക്ടർ ഓമന എവിടെ പോയി എന്ന് ആർക്കും തന്നെ അറിയില്ല. ഒടുവിൽ തമിഴ്നാട് പോലീസും പിന്നീട് കേരള പോലീസും ഒരുമിച്ച് തന്നെ അന്വേഷിക്കുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാതെ കൊണ്ട് തന്നെ ഒടുവിൽ 2007 ഈ കേസ് ഇന്റർപോളിന് കൈമാറുകയും ചെയ്തു. ഇന്റർപോളിന് ഇതുവരെ ഇവൾ എവിടെയാണ് പോയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.